തിരുവമ്പാടി വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മലയോര വികസന സമിതി. മുന്നണികൾക്ക് മുമ്പിൽ 14 നിർദ്ദേശങ്ങളടങ്ങിയ കർഷക പത്രിക സമർപ്പിക്കാൻ ഇന്നലെ ചേർന്ന മലയോര വികസന സമിതി യോഗത്തിൽ ധാരണയായി. വിഷയത്തിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണെന്നും കർഷക പത്രികയിലെ നിർദ്ദേശങ്ങളോടുള്ള മുന്നണികളുടെ പ്രതികരണം ആരാഞ്ഞ ശേഷമാകും ആരെ പിന്തുണയ്ക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയെന്നും സമിതി വ്യക്തമാക്കി. തിരുവമ്പാടി സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായാണ് മലയോര വികസന സമിതിയുടെ പ്രാദേശിക നേതൃത്വങ്ങളുടെ യോഗം കോഴിക്കോട് ചേർന്നത്. ഇരുമുന്നണികൾക്ക് മുൻപിൽ 14 നിർദ്ദേശങ്ങളടങ്ങിയ കർഷക പത്രിക സമർപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി. കർഷകദ്രോഹ നയങ്ങളാണ് ഇരുമുന്നണികളും സ്വീകരിച്ചിരുന്നതെന്ന പൊതുവികാരമാണ് യോഗത്തിൽ ഉയർന്നത്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളുമായി മുമ്പോട്ട് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും പല ഭാഗത്തും പറയുന്നുണ്ട്, ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിലൂടെ വിട്ടതിന് ശേഷം ഞങ്ങൾ അതിന്റെ സമയം ഡിക്ലെയർ ചെയ്യാം. തിരുവമ്പാടിയിൽ കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ജനപ്രതിനിധി വേണമെന്നാണ് സമിതിയുടെ ആവശ്യം. ഇക്കാര്യത്തിൽ ആരുമായും ചർച്ചയ്ക്ക് തയ്യാറാണ്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ചരിത്രം കേരളത്തിലുണ്ടെന്ന് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി മലയോര വികസന സമിതി ചെയർമാൻ ചാക്കോ കളമ്പറമ്പിൽ പറഞ്ഞു. UDFO LDFO സഹായിക്കുക എന്നുള്ളതല്ല, കാലാകാലങ്ങളായി കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഇവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കർഷക പത്രികയിലെ നിർദ്ദേശങ്ങളോടുള്ള മുന്നണികളുടെ പ്രതികരണം അറിഞ്ഞ ശേഷമാവും ആരെ പിന്തുണയ്ക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് സമിതി കടക്കുക. റിപ്പോർട്ടർ, കോഴിക്കോട്.